ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. കുട്ടികൾക്ക് തമ്മിലേയും കണ്ടതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വീട്ടിൽ ചെറിയൊരു ഡ്രീം കേക്ക് ഉണ്ടാക്കിയതാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി ആണെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസിനനുസരിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്താൽ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയാക്കിയതാണ് കേട്ടോ. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഈ മിൽക്ക് ചോക്ലേറ്റൊന്നും ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ള സാധാ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും മാത്രമേ ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്തതെന്ന് കാണിക്കാനായിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലോർ ഒന്ന് അരിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതൊരു ബൗളെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു കപ്പ് മൈദ, ഞാനിപ്പോൾ 4 കോഴിമുട്ട വെച്ചിട്ടാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. 2 ടിന്നിലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 4 കോഴിമുട്ട വെച്ചിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ നിന്നും 3 ടീസ്പൂൺ മൈദ മാറ്റിയിട്ടുണ്ട്. ആ ഒരു സ്ഥാനത്തേക്ക് 3 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ആദ്യം തന്നെ ആ ഒരു കപ്പിൽ 3 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ട് ബാക്കി സ്ഥലത്ത് 3 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ട് ബാക്കി മൈദ ഫില്ല് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഒരു അരിപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ സാധാരണ ബേക്കിംഗ് സോഡ ഉപയോഗിക്കാറില്ല കേട്ടോ. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കാറുള്ളൂ. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുകയാണ്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ 2-3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്താൽ മതി. ഇതുപോലെ അരിച്ചെടുത്ത് മിക്സ് ആക്കി കൊടുക്കുമ്പോഴാണ് കേക്കിന് നല്ല സോഫ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഫ്ലോർ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ബൗളിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ സ്പീഡ് കുറച്ച് ഏറ്റവും ലോ സ്പീഡിൽ 1-ലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. 2-3 മിനിറ്റ് കഴിയുന്നതിന് ശേഷം സ്പീഡൊന്ന് കൂട്ടിയിട്ട് 2-ലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ കുറച്ച് ടൈം ഡിഫറൻസിൽ ബീറ്ററിൻ്റെ സ്പീഡ് കൂട്ടിയിട്ട് വേണം അടിച്ചെടുക്കാൻ. പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത്. ഇപ്പോൾ ഇതുപോലെ കുറച്ച് ടൈം വ്യത്യാസത്തിൽ സ്പീഡ് കൂട്ടിയിട്ട് നന്നായിട്ട് തന്നെ മുട്ട ബീറ്റാക്കി എടുക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടല്ലോ. ഈ ഒരു പരിവാകുന്ന സമയത്ത് വേണം നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. അപ്പം 1 കപ്പ് മൈദ എടുക്കുമ്പോൾ 1 കപ്പ് പഞ്ചസാരേനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കറക്റ്റ് ആയിട്ടുള്ള അളവിട്ട്. ഞാനിപ്പോൾ 3/4 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓവർ മധുരം വേണ്ട. ഡ്രീം കേക്ക് ആകുമ്പോൾ അറിയാമല്ലോ, ചോക്ലേറ്റും ക്രീമും ഒക്കെ നല്ലതുപോലെ തന്നെ മധുരത്തിലാണല്ലോ. അപ്പോൾ ഓവർ മധുരം ആവണ്ട വിചാരിച്ചിട്ട് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കുറച്ചായിട്ട് മുട്ടയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇനി ബീറ്റാക്കി എടുക്കുക. അപ്പോൾ മുഴുവനായിട്ട് ഒരു പ്രാവശ്യം തന്നെ ഇട്ട് കൊടുക്കരുത് കേട്ടോ. 2-3 പ്രാവശ്യമായിട്ട് പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് കണ്ടല്ലോ ഇതുപോലെ നല്ലതുപോലെ തന്നെ ക്രീം പരുവത്തിൽ ആയി വരണം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വൈറ്റ് കളറിൽ നല്ല ക്രീം പരുവത്തിൽ കണ്ടല്ലോ ഇതുപോലെ ആവുന്നത് വരെ വേണം നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള ടിന്നൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു ടിന്ന് 7 ഇഞ്ചിൻ്റെ ടിന്നാണ് കേട്ടോ. നമുക്കിപ്പോൾ വീട്ടിൽ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള കേക്ക് ടിന്ന് തന്നെ എടുത്താൽ മതി. പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു ഡ്രീം കേക്കിൻ്റെ ടിന്നൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു കേക്ക് ടിന്നിൽ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം എടുത്തിട്ടുള്ളത് 7 ഇഞ്ചിൻ്റെ ടിന്നും ഇതിപ്പോൾ 9 ഇഞ്ചിൻ്റെ ടിന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 ടിന്നിലാണ് ഞാനിപ്പോൾ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് കണ്ടല്ലോ 5 ഇഞ്ചിൻ്റെ ഒരു ടിന്നും കൂടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ടിന്നിലേക്ക് കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ആക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഓയിൽ കൂടി പോകരുത് കേട്ടോ. കുറച്ച് മാത്രം ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഓയിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ട് പൊങ്ങി വരില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിൽ ഒന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ബട്ടർ പേപ്പർ കയ്യിലില്ലാത്തതുകൊണ്ട് കുറച്ച് മൈദ നല്ലതുപോലെ തന്നെ സ്പ്രെഡാക്കിയിട്ടുണ്ട്. അങ്ങനെ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുട്ടയുടെ മിക്സിലേക്ക് ഫ്ലോർ മിക്സ് ചെയ്തെടുക്കണം.
ഇപ്പം ഞാനിപ്പോൾ സ്പാച്ചിലൊന്നും എടുത്തിട്ടില്ല, സാധാ നമ്മുടെ മരത്തിൻ്റെ ചട്ട കണ്ടല്ലോ അതാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്പാച്ചില പൊട്ടിപ്പോയി, അതുകൊണ്ട് സാധാ ഒരു ചട്ടക ഉപയോഗിച്ചിട്ട് തന്നെയാണ് മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ ഫ്ലോറ് 3 തവണയായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തിട്ടെടുക്കുക. ഒരേ ഡയറക്ഷനിൽ വേണം ഇത് ഫോൾഡ് ചെയ്തെടുക്കാൻ. കണ്ടല്ലോ, ഇതുപോലെ മെല്ലെ മെല്ലെ ഫോൾഡാക്കി മിക്സാക്കി എടുക്കുക, അല്ലെങ്കിൽ ആ പതഞ്ഞ് വന്നതൊക്കെ താന്നു പോകട്ടെ. അപ്പോൾ മെല്ലെ മെല്ലെ ആക്കിയെടുക്കുക. അതിനുശേഷം ഞാനിപ്പോൾ 2 ടിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഓവനിലൊന്നും അല്ലട്ടാ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഒരു ഇഡ്ഡലിൻ്റെ കുക്കറാണ്, അത് വെച്ച് കൊടുത്തിട്ട് അതിൽ ഉള്ളിലായിട്ട് റിങ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ. അപ്പോൾ ആ ഫ്ലോർ ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ടൈമൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് കേക്ക് ടീൻ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടും കേട്ടോ. നമുക്ക് കേക്ക് ഓവർ തിക്നെസ് ഒന്നുമില്ലല്ലോ, ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമല്ലേ മാവുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. ഇനി ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ട് 10 മിനിറ്റ് അത്രേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും കേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ ഒരു ഇറുക്കിലോ സ്ക്വയർ വെച്ച് ഇറുക്കിലെന്തെങ്കിലും ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ആ ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ട് വരികയാണെങ്കിൽ കേക്ക് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ കേക്ക് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് സൺവിപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഇതാ 2 കപ്പോളം ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ബീറ്റാക്കിയെടുക്കാം. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്തായാലും ആ ഒരു സ്പീഡ് ഏറ്റവും കുറവിൽ നിന്നും കുറച്ച് ടൈം ഡിഫറൻസിൽ കൂട്ടി കൊടുത്തിട്ട് വേണം ബീറ്റ് ചെയ്തിട്ടെടുക്കാൻ. പിന്നെ ക്രീം ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ക്രീം നല്ലതുപോലെ തന്നെ ലൂസായിട്ടും ഉണ്ടാവണം, നല്ല തണുപ്പും ഉണ്ടാവണം കേട്ടോ. കട്ടയോട് കൂടെ തന്നെ ക്രീം ബീറ്റാക്കി എടുക്കാൻ പാടില്ല, നന്നായിട്ട് ലൂസായിട്ടുണ്ടാവും. ആ ഒരു തണുപ്പ് നഷ്ടപ്പെടാത്ത രീതിയിലും വേണം ക്രീം ബീറ്റാക്കി എടുക്കാൻ. അപ്പോഴാണ് കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിഫ് പീക്സ് ആക്കിയിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഡാർക്ക് കോമ്പൗണ്ടും വൈറ്റ് ചോക്ലേറ്റും മാത്രമാണ് കേട്ടോ. ഇതിലേക്ക് സാധാരണയായിട്ട് ഉപയോഗിക്കൽ മിൽക്ക് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ആ ഒരു ഡ്രീം കേക്കിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കുക കേട്ടോ. മിൽക്ക് ചോക്ലേറ്റ് ആണ് ഇതിലേക്ക് ഉപയോഗിക്കുക. അതിന് പകരം ഡയറി മിൽക്ക് മിൽക്കി ബാറൊക്കെ ഉപയോഗിച്ചിട്ട് ഡ്രീം കേക്കിൻ്റെ റെസിപ്പി കാണാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളതിനനുസരിച്ച് ഈ ഒരു ചോക്ലേറ്റ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും 1/2 കപ്പോളം വൈറ്റ് ചോക്ലേറ്റും 1/2 കപ്പോളം ഡാർക്ക് ചോക്ലേറ്റും എടുത്തിട്ട് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ അത് ആ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ചോക്ലേറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കറക്റ്റായിട്ട് തന്നെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടി എക്സ്പെൻസീവ് അല്ലേ. അപ്പോൾ നമുക്ക് കയ്യിലുള്ളതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാമെന്ന് മാത്രം. അപ്പോൾ അത് ആ ഒരു പാത്രത്തിലേക്ക് നല്ല തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ആ ഒരു ചോക്ലേറ്റിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് കേക്കിലേക്ക് തുള്ളി പോലും വെള്ളം ആവാതെ ചോക്ലേറ്റിലേക്ക് തുള്ളി പോലും വെള്ളം ആവാതെ ശ്രദ്ധിച്ചാൽ മതി. വെള്ളത്തിൻ്റെ അംശം ആയിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് മെൽറ്റാക്കി എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതി. എന്നിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കാൻ നിൽക്കരുത്. കുറച്ച് ടൈം അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ചൊന്ന് മെൽറ്റ് ആയതിന് ശേഷം വേണം ഇതുപോലെ മിക്സാക്കി എടുക്കാൻ. അപ്പോൾ കണ്ടല്ലോ, കട്ടയൊന്നും ഇല്ലാതെ നല്ല ക്രീം പരുവത്തിന് കണ്ടല്ലോ, നല്ല സ്മൂത്തായിട്ട് തന്നെ ആക്കിയെടുക്കുക. നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ റെഡി ആയി കിട്ടും. അപ്പോൾ ആ ചോക്ലേറ്റിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ മൊത്തമായിട്ട് തന്നെ വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നട്ട്സൊക്കെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചോക്ലേറ്റിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രം വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കി ചോക്ലേറ്റിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഏതെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ മിക്സ് ആക്കിയിട്ട് 3rd ലെയറായിട്ട് അത് വെച്ച് കൊടുത്താൽ മതിയിട്ട്. ഞാനിപ്പോൾ നട്ട്സൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് മൊത്തമായിട്ട് തന്നെ ചോക്ലേറ്റിൽ വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്തിട്ടാണ് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് ആ ക്രീമിലേക്ക് ചോക്ലേറ്റും കൊടുക്കുക വന്നപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ചോക്ലേറ്റും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നട്ട്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് ചോക്ലേറ്റിലേക്ക് നട്ട്സ് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് 3rd ലെയറായിട്ട് അതുകൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഞാനിപ്പോൾ ലാസ്റ്റ് നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഉണ്ടാവില്ലേ നമുക്ക് പൊട്ടിച്ച് കഴിക്കാനുള്ള ആ ഒരു ലെയർ, അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇതാ ആ ഒരു ബൗളിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ആ ഒരു സെയിം മെത്തേഡിൽ തന്നെ ഡബിൾ ബോയിൽ ചെയ്തിട്ട് മിക്സാക്കി എന്താ പറയുക മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാം അവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ കേക്കൊക്കെ നന്നായിട്ടുണ്ട്, ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാര ലായനി ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ കേക്ക് അതിൽ നിന്നും റിമൂവ് ചെയ്യുന്നില്ല കേട്ടോ, ആ ഒരു പാത്രത്തിൽ തന്നെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അങ്ങനെ തന്നെ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കേക്ക് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടൊന്നുമില്ല. ഇനി ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഹോൾസ് ആക്കി കൊടുക്കുക. അതിനുശേഷം പഞ്ചസാര ലായനി ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ കുറച്ച് വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് 2-3 മിനിറ്റ് തിളപ്പിച്ചെടുത്താണ്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കട്ടെ, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. 2-3 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ചൂടാറി കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണം കേക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നന്നായിട്ട് തന്നെ പഞ്ചസാര ലായനൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ക്രീമിൻ്റെ മിക്സ് ഇതിൽ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം കട്ടിക്ക് തന്നെ ക്രീം ഇട്ട് കൊടുക്കട്ടെ. ഇനി ഇത് എല്ലാ ഭാഗവും ഒരേ ലെവലിൽ തന്നെ ഒരേ രീതിയിൽ തന്നെ ഒന്ന് ലെവലാക്കി എടുക്കുക. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കാം. അപ്പം സെറ്റാക്കാനൊന്നും നിൽക്കുന്നില്ല. അതിന് മുന്നേ തന്നെ ആ ഒരു ചോക്ലേറ്റ് മെൽറ്റാക്കിയതുണ്ടല്ലോ, ഡാർക്ക് ചോക്ലേറ്റ് മാത്രം മെൽറ്റാക്കിയത് അതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ സ്പ്രെഡാക്കി കൊടുക്കുമ്പോൾ ആ ക്രീം മിക്സ് ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് കൊക്കോ പൗഡർ ഇതുപോലെ അരിപ്പയിലിട്ടിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഇത് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഫിനിഷിംഗ് ഒക്കെ മതി, നമുക്ക് വീട്ടിൽ തന്നെ കഴിക്കാനുള്ളതല്ല, സെയിൽ ചെയ്യാനൊന്നും ഉള്ളതല്ലല്ലോ. അപ്പോൾ അത്ര ഫിനിഷിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അടുത്ത ടിന്നും കൂടെ അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഞാൻ ഫ്രീസറിലേക്ക് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുത്താണ്, തണുപ്പിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ക്ഷമയില്ല, കഴിക്കണം തന്നെ. അപ്പോൾ കുറച്ച് ടൈം ഞാൻ ഫ്രീസറിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്, നന്നായിട്ട് തണുത്തോട്ടെ വിചാരിച്ചിട്ട്. അതിന് ശേഷം ഇതിവിടെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു കഴിക്കുന്നതിനേക്കാളും ആ ഒരു മുകളിലുള്ള ആ ഒരു ചോക്ലേറ്റ് പൊട്ടിച്ച് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുന്നില്ല, ആ ഒരു ഫീലിംഗ് ഭയങ്കരമാണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ് അതൊന്ന് പൊട്ടിച്ച് കഴിക്കുക. ഒന്ന് പൊട്ടിച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുന്നതൊക്കെ ഭയങ്കര ഒരു രസമായിരുന്നു കേട്ടോ ആ ഒരു ഫീലിങ്. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ സ്കൂപ്പ് ചെയ്തെടുത്തപ്പോൾ കേക്ക് കിട്ടിയില്ല കേട്ടോ, അടിഭാഗത്തുള്ള കേക്ക് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ മക്കൾ കഴിക്കാനുള്ള പെടാപ്പാടുണ്ട്, അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എൻ്റെ ഫോട്ടോസോ വീഡിയോസൊക്കെ എടുക്കൽ കഴിയുന്നത് വരെ അവർ ക്ഷമയില്ലാതെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ടുള്ള ചോയ്സാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും എനിക്ക് ഒരു സന്തോഷവും ഒക്കെ തോന്നിയത് അവർ ആർത്തിയോട് കൂടി കഴിക്കുന്നത് കണ്ടപ്പോഴാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മക്കളായാലും ഞാനായാലും ഒക്കെ ആദ്യമായിട്ടാണ് ഡ്രീം കേക്ക് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ത്രില്ലിംഗ് ഉണ്ട്. അപ്പോൾ കണ്ടല്ലോ, അവർക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ടൈമൊന്ന് റിസ്ക് എടുത്താലും കുറച്ച് ടൈമൊന്ന് മെനക്കിട്ടാലും അവരാരും കഴിക്കുന്ന സമയം അത്ര നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു സന്തോഷം, അവരുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ടേസ്റ്റും അഭിപ്രായവും ഒക്കെ കേൾക്കുമ്പം ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. എൻ്റെ മോനൊക്കെ ആ ഒരു കുത്തി കഴിക്കാനുള്ള ആ ഒരു ഇഷ്ടമാണ് അവർക്ക്. അതിൻ്റെ ഇടയിൽ സൂപ്പർ ഉമ്മച്ചിന്ന് അതും ഒരു പറയുന്നുണ്ട് എന്ന്. അപ്പോൾ അങ്ങനെ 3 പേരും നന്നായിട്ട് കഴിച്ച്
അപ്പോൾ അടിപൊളിയായിരുന്നിട്ട് ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മിൽക്ക് ചോക്ലേറ്റും കൂടെ അതിലേക്ക് വരികയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, സാധാ കേക്ക് കഴിക്കുന്നതിനേക്കാൾ. ചോക്ലേറ്റ് ലവേഴ്സ് ആണെങ്കിൽ എന്തായാലും അടിപൊളിയാണ്, ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് എല്ലാ ഐറ്റംസ് വെച്ചിട്ട് മക്കൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.